Jingle Bells Choir Fest 2024. Brought to you by Filippo Samuel, Sam, financial advisor and registered representative of Blue Ocean Wealth Solutions. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ജീവകാരുണ്യ പ്രവർത്തനം മുഖമുദ്രയാക്കി ലോങ് ഐലൻഡ് ന്യൂ ഹൈഡ് പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയായ എക്കോ 2021 മുതൽ വർഷം തോറും നൽകി വരുന്ന ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് 4ാമത്തെ വർഷവും നൽകുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. 2025 ജനുവരി 11 ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കുന്ന 11ാമത് വാർഷിക ഡിന്നർ ആൻഡ് അവാർഡ് നൈറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് അവാർഡ് സമ്മാനിക്കുന്നതാണ്. $2,500 പ്രശംസാ ഫലകവുമാണ് അവാർഡായി നൽകുന്നത്. പതിവ് പോലെ ജെറീക്കോയിലുള്ള കൊട്ടിയാലിൻ റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത്. എക്കോയുടെ നിബന്ധനകൾ പാലിക്കപ്പെടുന്ന വ്യക്തിയെയാണ് അവാർഡിനായുള്ള പ്രത്യേക കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത്. നിബന്ധനകൾ: അവാർഡിന് അപേക്ഷിക്കുന്നവർ വ്യക്തികളായിരിക്കണം. അപേക്ഷകർ അമേരിക്കയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് താമസിക്കുന്നവരായിരിക്കണം. ലോകത്തിന്റെ ഏത് ഭാഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. ക്യാഷ് അവാർഡായി ലഭിക്കുന്ന $2,500 അവർ ചെയ്യുന്ന ഏതെങ്കിലും കാരുണ്യ പ്രവർത്തന പ്രൊജക്റ്റിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. ന്യൂയോർക്കിൽ വെച്ച് 2025 ജനുവരി 11 ശനിയാഴ്ച നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ നേരിട്ട് ഹാജരായി അവാർഡ് സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം. അപേക്ഷകർ 18 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരും ഇന്ത്യൻ വംശജരും ആയിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെ വിശദ റിപ്പോർട്ടും തെളിവുകളും സഹിതം അപേക്ഷകൾ ഡിസംബർ 27 വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് മുംബൈ ECHO4USA@gmail.com എന്ന ഇമെയിലിൽ ലഭിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ എക്കോയിൽ നിന്നും പ്രസ്തുത അവാർഡിന് അർഹരായവർ വീണ്ടും ഈ വർഷത്തെ അവാർഡിന് അപേക്ഷിക്കാൻ യോഗ്യരല്ല. ECHO നിശ്ചയിക്കുന്ന അവാർഡ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. എക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിലാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി എക്കോ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. സ്വന്തം വരുമാനത്തിൽ നിന്നും തുക ചിലവഴിച്ച് കേരളത്തിലെയോ ഇന്ത്യയിലെയോ പല ഭാഗങ്ങളിലായി ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ചെയ്തു വരുന്നവരെയാണ് നിരവധി അപേക്ഷകരിൽ നിന്നും അവാർഡിന് അർഹരായവരെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ എക്കോ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും കഴിഞ്ഞ 11 വർഷമായി ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന എക്കോ ഇതിനോടകം കിടപ്പടമില്ലാത്ത ഏകദേശം 50ഓളം നിർധനരായവർക്കാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലായി വീടുകൾ നിർമ്മിച്ചു നൽകിയത്. എക്കോയ്ക്ക് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും നൽകുവാൻ സാധിച്ചു എന്നത് അഭിമാനാർഹമാണ്. ഓരോ വർഷവും പുതിയ മേഖലകളിൽ അർഹരായവർക്ക് സഹായം നൽകുന്നതിന് ഈ സംഘടനയ്ക്ക് സാധിച്ചു. 501 നോൺ പ്രോഫിറ്റ് ചാരിറ്റി സംഘടനയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട എക്കോ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. എക്കോയിലേക്ക് ചാരിറ്റിയുടെ പങ്കാളികളായി സംഭാവന നൽകുന്നവർക്ക് അമേരിക്കൻ ആദായ നികുതി വകുപ്പ് പ്രകാരം നികുതി അളവിന് അർഹതയുണ്ട്. അതിനാൽ സഹായിക്കുവാൻ സന്മനസ്സുള്ള ധാരാളം പേർ തങ്ങളുടെ സംഭാവന ശരിയാം വിധം അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭിക്കും എന്ന വിശ്വാസത്താൽ തങ്ങളുടെ വരുമാനത്തിൽ നിന്നും മിച്ചം വയ്ക്കുന്ന തുക എക്കോയെ ഏൽപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. ന്യൂയോർക്ക് ലോങ് ഐലൻഡിലെ ന്യൂ ഹൈഡ് പാർക്കിൽ എക്കോയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷമായി മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യത്തിനും സൗഹൃദത്തിനുമായി നടത്തിവരുന്ന സീനിയർ വെൽനസ് പരിപാടി ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഒരു പൊൻതൂവലായി മുന്നേറുകയാണെന്നത് പ്രശംസനീയമാണ്. ലോങ് ഐലൻഡ് ചുറ്റുവട്ടത്തുള്ള ഏകദേശം 300ഓളം മുതിർന്ന പൗരന്മാരാണ് ഈ കൂട്ടായ്മയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നത്. വീടുകളിൽ ഏകാന്തത അനുഭവിച്ചു വരുന്ന റിട്ടയർ ചെയ്ത മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും സൗഹൃദ വലയം വികസിപ്പിക്കുന്നതിനും ഉള്ള അവസരമായി മാറിയിരിക്കുകയാണ് സീനിയർ വെൽനസ്. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 3:30 മുതൽ 7 മണി വരെ ന്യൂ ഹൈഡ് പാർക്കിലെ കിൻഡർ ജി മാർട്ടിൻ ഹാളിൽ നടത്തിവരുന്ന സീനിയർ വെൽനസിൽ മുതിർന്നവർക്കുള്ള ആരോഗ്യ പരിപാലന എക്സസൈസുകൾ നടത്തുകയും വിജ്ഞാനപ്രദമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യാറുണ്ട്. സീനിയർ വ്യക്തികൾക്കായി ഒരു അഡൾട്ട് ഡേ കെയർ സ്ഥാപിച്ച് ആഴ്ചയിൽ എല്ലാ ദിവസവും മുതിർന്ന പൗരന്മാർക്കായുള്ള സേവനം നൽകണമെന്ന ബൃഹത്തായ പദ്ധതിക്കാണ് എക്കോ തയ്യാറെടുക്കുന്നത്. അതിനായി പുതിയ പദ്ധതികൾ സ്വീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള യത്നത്തിലാണ് എക്കോ കമ്മിറ്റി അംഗങ്ങൾ. അവാർഡ് സംബന്ധിച്ചും ECHOയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ സംഘാടകരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.